ഓർമ്മപ്പെടുത്താൻ എന്താണ് നിങ്ങള് ഈ ഭിന്നത മുജാഹിദ് മുതലെടുക്കാൻ രണ്ട് മോലിയന്മാരെ അമ്മളിന്ന് പോയി, ഒന്ന് അമ്മളിന്നും ഒന്ന് SK സുന്നിയും. മുജാഹിദ്ക്കാ പോയത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, തറവാട്ട് തന്നെ പിരിച്ചു വെച്ചിടുക. അതും എല്ലാ AP അബ്ദുൽ ഖാദർ മൗലവിയും ഉമർ മൗലവി അടക്കം സുന്നിന്ന് പോയത് തന്നെയാണ്, അസിൽ തന്നെയാണ്. അങ്ങനെ പോയ രണ്ടാൾക്കാര് തമ്മിൽ നടത്തിയ ഒരു ചർച്ച നിങ്ങൾക്ക് കേൾക്കാം. എങ്ങനെയാണ് ഈ ഭിന്നത മുജാഹിദ് മുതലെടുക്കുന്നതെന്ന് മനസ്സിലാവും. മാമന് തെറ്റ് നമ്മുടെ കയ്യിലെന്തിയില്ല. ലീക്കെ ഗ്രൂപ്പില് നമ്മുടെ അമ്പലക്കട ഹമീദ് ഫൈസി നടത്തിയ മുഖാമുഖങ്ങളിൽ ഈ സലാത്തൊക്കെ പുതിയതായിട്ട് ഇവർക്ക് ഉണ്ടാക്കുന്ന സലാത്തിനെ കുറിച്ച് നബി പഠിപ്പിക്കാത്ത ഈ സലാത്ത് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യകർത്താവിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോ അബദ്ധത്തിൽ മൂപ്പര് സമസ്തനെ മറന്നുപോയി. അമ്പലക്കട പറഞ്ഞു അതൊക്കെ വിദേഹത്ത് തന്നെയാണ്, അതൊക്കെ ഏപ്പിക്കാരുണ്ടാക്കിയതാണ് തോന്നലെന്ന് പറഞ്ഞ ഏപ്പിക്കാർക്ക് ഒരു ചവിട്ടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാതെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ. എന്നാൽ സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. പ്രശ്നം എന്താ? തുടങ്ങിയത് ഏൽപ്പിക്കാരാണ്, തുടങ്ങിയത് നല്ലത് തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാ അവിടെ നിർത്തിയാ പോരെ. പിത്തന പറയണോ നിങ്ങൾ തുടങ്ങിയത് നമ്മളായതുകൊണ്ട്. ഏൽപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മളാൾക്കറിയാൻ 10 ആക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ 10 ആക്കുമ്പോ ഞങ്ങൾ 25 ആക്കും, അങ്ങനെ തന്നെയല്ലേ മാണ്ടിയേ. നിങ്ങൾ ഞങ്ങളെ കള്ളനെന്ന് വിളിച്ചാ പെരുങ്കള്ളെന്ന് അങ്ങോട്ട് വിളിച്ചു മത്സരിക്കാൻ ഞങ്ങളില്ല, എന്നാൽ ഞങ്ങൾ ഖൈറിൽ മത്സരിക്കാൻ റെഡിയാ. ഞങ്ങൾ 10 ആംബുലൻസ് കൊടുക്കുമ്പോ 15 കൊടുക്കൂ എസ്തക്കാരാ. ഞങ്ങൾ 25 സ്വലാത്ത് ചൊല്ലുമ്പോ 50 ചൊല്ലൂ എസ്തക്കാരാ. വസാബിക്കൂ ഇലൽ ഖൈറാത്ത്, ഖൈറിൽ മത്സരിച്ചോളൂ, ഖൈറിൽ ഫൈറ്റ് ചെയ്തോളൂ. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചൊല്ല. അവിടെ നിർത്തി മോദിയരെ, അതിന്റെ അപ്പുറം പോയാ സുന്നത്തിയമായത്ത് പൊളി. പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാൻ, ദ്വാരന്റെ മുമ്പ് സ്വലാത്തില്ല, ശേഷം സ്വലാത്തില്ല. പിന്നത്തെ കുഴപ്പോ തുടങ്ങിയതേ പിക്കാരാ. 2 ചെല്ല, 3 ചെല്ല, 5 ചെല്ല, 10 ചെല്ല, പക്ഷെ പള്ളിയിൽ നിസ്കരിക്കും. കണ്ടങ്ങൾ ഇനിയൊരു പച്ച കൊണ്ടിരുന്ന് ആ പച്ച എടുക്കുക എത്തുക വിധത്തിക്ക് ആ പച്ചം വന്ന് തുടങ്ങി. 5 ചെല്ല, 3 ചെല്ല, മുമ്പും ചെല്ല, ശേഷം ചെല്ല, അവിടെ നിർത്തിക്കൂടെ? ഇനിയൊരു പച്ച കൊണ്ടുവരുന്ന നോക്കി നിങ്ങൾ. മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. ഏതാ പ്രധാന വിഷയം? നിസ്കരിച്ചാൻ വരുന്ന ആൾക്കാർക്ക് തശ്വീസ് ഉണ്ടാക്കുക. ഇതാര വാദ? മുജാഹിദിന്റെ വാദ. കൂട്ടപ്രാർത്ഥന പാടില്ല എന്ന് പറയാൻ മുജാഹിദ് കൊണ്ടുവരുന്ന ഒരു ന്യായം എന്താണ്? അത് പിന്തി തുടർന്ന് നിസ്കരിച്ച ആൾക്കാർക്ക് ഒസ്വാസ് ഉണ്ടാവുന്ന, ഒസ്വാസ് ഉണ്ടാവണമെന്ന് ആർത്തന പേര് നിസ്കരിച്ചാൽ ഓം പിന്തിന് ഞമ്മളെ അമൽ ഒഴിവാക്കാൻ പറ്റൂല. പിന്തിയോൻ ഒസ്വാസ് ഉണ്ടോ? സ്വലാത്ത് പോകാത്ത കോലത്തിൽ തുടക്കത്തിൽ വരിക, പിന്തി വരണോ ഒസ്വാസ് സഹിക്കുക. ഞമ്മളെ ഹൈറ് മുടക്കാൻ പറ്റുമോ? ഇത് വഹാബികളെ വാദല്ലേ? ഇത് വെച്ചിട്ട് ആ 2 മൗലവിമാര് തുടർന്ന് പറയുന്ന ചർച്ച നോക്കിങ്ങള് വഹാബികൾ ഇത് എങ്ങനെ മുതലെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഓർക്ക് സാസത്തിന് ഏപ്പിക്കാരൊന്നും മുട്ടിയാൽ ഞങ്ങളെ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താ വെച്ചാല് നേരം വെളുത്തിന് 10 മിനിറ്റ് ഏപ്പിനെ ചീത്തറിഞ്ഞ ഓലിക്കൊരു സമാധാനം. അങ്ങനെ ഓലിക്ക് കിട്ടുന്ന സമയത്തൊക്കെ മാത്രല്ല, എത്രമാത്രം എന്ന് പറഞ്ഞാല് രാവിലെ ഇപ്പൊ ഞങ്ങളൊക്കെ ചില ആളുകൾ പറയുന്ന തമാശക്ക് രാവിലെ കാന്തപുരത്തിന്റെ കളർ ഫോട്ടോ ഉള്ള പത്രം ഗ്രൂപ്പിന്റെ നേതാക്കന്മാർക്ക് കൊടുത്താൽ ചിലപ്പോ അറ്റാക്ക് ഉണ്ടാവും, നടത്തിയിട്ട് അവർക്ക് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ചന്ദ്രിക ഒഴിവാക്കി വേറൊന്ന് തുടങ്ങിയത്. ചന്ദ്രിക ഇങ്ങനെ കളർ ഫോട്ടോ കൊടുക്കാൻ തോന്നിയപ്പോ സെൻസറിപ്പ് നടത്താൻ പറഞ്ഞു. ആദ്യത്തെ നടത്തി, പിന്നെ ചന്ദ്രികക്ക് തോന്നി പിന്നെ മറ്റുള്ളൊരു ഫോട്ടോ ആരുതാ കൊടുക്കത് കടക്കട്ടെ അവിടെ. അപ്പൊ പിന്നെ തീരുമാനിച്ചു നമ്മുടെ ഉസ്താദന്മാർക്ക് അറ്റാക്ക് ഉണ്ടായിക്കൂടാ, പേപ്പർ ഒന്ന് വേറെ തുടങ്ങുക, കളർ ഫോട്ടോ ഒഴിവാക്കാനാ ഒരു പേപ്പർ തുടങ്ങിയത്. ദേഷ്യാണ് കാന്തപുരത്തിനോട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തോട് നമുക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായി നമുക്ക് അദ്ദേഹത്തോട് വിദ്വേഷവും പ്രതിഷേധവും ഇല്ല. നിങ്ങളെ സ്നേഹത്തിൽ നിന്ന് അള്ളാഹ് ഞങ്ങളെ ഉലമാക്കളെയും കാക്കട്ടെ. ആദർശപരമായി നമുക്ക് അദ്ദേഹത്തോട് വളരെ ശക്തമായ പ്രതിഷേധം അതുണ്ടാവും. മുത്തുനബിനോട് അബൂജഹലിന് എത്ര പ്രതിഷേധം ഉണ്ടാകണോ? അതാ ഞങ്ങൾ ആവശ്യം. പരമായിട്ടൊരു മനുഷ്യൻ എന്തെല്ലാം രൂപത്തിൽ ആളുകൾ ജീവിക്കുന്നു അത് അവരുടെ കാര്യം. പക്ഷെ എങ്കിലും ഗ്രൂപ്പിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജന്മശത്രുവായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ എങ്കിലും കാന്തപുരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ശരിക്കും പെർഫോം ചെയ്യുന്നു, വളരെ സജീവമായിട്ടുണ്ട്. ഇയാൾക്കൊക്കെ അബൂലഹബിന് കിട്ടിയ വള്ളം കിട്ടണം നരകത്തിൽ എന്ന് തോന്നിപ്പോവും ഞമ്മക്ക്.
ഇവർക്ക് അതിനും കഴിയുന്നില്ല. സമസ്തക്കാർക്ക് സമസ്തക്കാരായി നടക്കാനും കഴിയുന്നില്ല, അവരെ കാര്യം കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ലീഗ് ഇല്ലെങ്കിൽ സമസ്തല്ല, കംപ്ലീറ്റ് ആളുകള് സുന്നി എന്ന് പറയുന്ന ആളൊക്കെ ഈ ലീഗിന്റെ പാണക്കാട് തങ്ങളെയും പേരിലാണ് ഇന്ന് അവരിങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോ ഇത് ശരിക്കും മനസ്സിലാക്കണാർക്ക് മുജാഹിദീങ്ങൾക്ക് ഒരു സങ്കടം തരങ്ങള് എസ്കക്കാരി വിവാദ പ്രസംഗം നിർത്തിയാൽ അന്ന് മുജാഹിദ് സ്റ്റേജ് മക്കാറിൽ നിർത്തും. ഈ ഒരൊറ്റ ക്ലിപ്പിലല്ലേ മുജാഹിദ് നിലനിൽക്കുന്നത്. മുജാഹിദീങ്ങൾക്ക് ക്ലിപ്പുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് ആയിരക്കണക്കായ ആലിമീങ്ങളെ ഈ സമുദായത്തിന് സമർപ്പിച്ച ശൈഖുനാ, സുഹൃത്തുക്കളെ, സുന്നത്തിയമായത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി നൂറുകണക്കായ മുഖാമുഖം നടത്തി വഹാബി പാതിരിമാരെ ജനകീയ വിചാരണ നടത്തിയ ആലിമീങ്ങളെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പൊന്മൾ ഉസ്താദിനെ സംബന്ധിച്ച് അതുപോലെ വഹാബികളോട് നിരന്തരമായി ഖണ്ഡനം നടത്തി വഹാബീസത്തിന്റെ പരിപ്പെടുത്ത ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ പോലെയുള്ളവർ സുന്നത്തിയമായിട്ട് തിരിഞ്ഞില്ല. അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തി എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം നടക്കുന്നില്ലേ? അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് പറഞ്ഞത്. മൗജിദത്ത് നിലവിലില്ല എന്ന വാദം പൊന്മൾ ഉസ്താദിനുണ്ടെന്ന് പറഞ്ഞ് വഹാബികൾക്ക് ക്ലിപ്പുണ്ടാക്കി കൊടുക്കുന്നു. ആ ക്ലിപ്പിട്ടിട്ട് വഹാബികൾ ഇസ്തിഗാസയെ ഇല്ലായ്മ ചെയ്യുന്നു. ഈയൊരു നാശം ഈ സമുദായത്തിനുണ്ടാക്കുന്നത് ഞങ്ങളോടുള്ള അന്ധമായ വെറുപ്പല്ലയോ? ഞാൻ വിഷയം പറയും. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഖുർആനില്ലാത്ത മുഅ്ജിസത്തെല്ലാം അവസാനിച്ചു. ഖുർആൻ മാത്രമേ മുഅ്ജിസത്തായിട്ടുള്ളൂ. അവനെങ്ങനെ വിളിച്ച ഉത്തരം തരിക? അന്നവള് ഓൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അല്ല, ഓൽക്ക് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുത്ത് പൊന്മള ഇങ്ങനൊരു വാദം പറഞ്ഞപ്പോൾ ഇവര് വ്യാഖ്യാനിച്ചു. പിന്നെങ്ങനെ വിളിച്ചാൽ ഉത്തരം നൽകും, മോചിതത്ത് മുറിഞ്ഞു പോയാൽ പിന്നെങ്ങനെ അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെങ്ങനെ പിന്നെ ഇജാബത്ത് നൽകുന്നു ചോദിക്കലോട് ഈ മറുപടി എന്ന് പറഞ്ഞാണ്. ഒരു ബേജാറുമില്ല, നിങ്ങൾ ഇടപെടാൻ ഞാൻ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും മറുപടി പറയാൻ ഒരു ബേജാറുമില്ല. നിങ്ങൾ തൊള്ളി നോവും പൂട്ടിച്ചെന്നാ മതി. എന്താണ് പൊന്മൾ ഉസ്താദ് പറഞ്ഞത്? ആ പറഞ്ഞതിൽ സുന്നത്തിയമായത്തിന്റെ അഖീദത്തെതിരായി എന്റെ ആശയമാവുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗജിദത്ത് മുറിഞ്ഞിട്ടില്ല. ആ മൗജിദത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇസ്തിഗാസ നടത്തുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗജിദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശത്രുവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയലാണ്. ശത്രുവിനോട് വെല്ലുവിളിക്കാൻ കഴിയലാണ്. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കാനും വെല്ലുവിളിക്കാനും പറ്റിയ കോലത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തിൽ നിന്ന് ബാക്കിയുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധ ഖുർആനാ. ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ കൊണ്ട് വെല്ലുവിളിക്കാ, ഖുർആൻ കൊണ്ട് വെല്ലുവിളി ഏറ്റെടുക്കാ. അല്ലാത്ത മുഅ്ജിസത്തുകളൊക്കെ ബാക്കിയുണ്ടെങ്കിലും അത് വെല്ലുവിളിക്കാൻ പറ്റിയതല്ല. അതിനാർക്കാ തർക്കമുള്ളത്? അതുകൊണ്ടല്ലേ കത്തിച്ചോക്കോ എന്ന് പറയുമ്പോ വെല്ലുവിളി ഏറ്റെടുക്കൂലേ നമ്മള്? കാരണം വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയ മൗജിദത്തായിട്ട് അത് നിലവിലില്ല. ചന്ദ്രൻ പിളർത്തിത്തരുമോ എന്ന് യുക്തിവാദിക്ക് നമുക്ക് കാട്ടിക്കൊടുക്കാൻ വകുപ്പില്ല. അങ്ങനെയുള്ള മൗജിദത്ത് നിലവിലില്ല. പക്ഷേ അങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റിയൊരു മൗജിദത്തേ ഉള്ളത് ഖുർആനാണ്. അതുകൊണ്ടാണ് പത്രക്കാരി എ പി ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങളെ കയ്യിൽ തിരുകേശല്ലേ? വെള്ളം കുടിച്ചാൽ രോഗം മാറൂലേ? ഓക്കെ, എന്നാൽ കാസർഗോഡ് എൻഡോസൾഫാൻ രോഗികൾക്കൊന്ന് കൊടുത്ത് നിങ്ങൾ മാറ്റിക്കാട്ടി തരുമോ? ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കൂല. എന്റെ കാരണം സംസം വെള്ളം കുടിച്ചാൽ രോഗം മാറുമെന്ന് ഹബീബ് പറഞ്ഞാലേ. മടവൂരി മുജാഹിദും യുക്തിവാദികളും വന്നിട്ട് ചോദിക്കാണ്, എന്റെ മകന് രോഗമുണ്ട്, സംസം വെള്ളം ഒന്ന് കുടിപ്പിച്ച് കാട്ടിത്തേരി. ഏറ്റെടുക്കോ? ഇല്ലേ. അതിന് പറ്റിയ മുഅ്ജിസത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. വെല്ലുവിളി എന്നത് മുഅ്ജിസത്തിന്റെ ഒരു അടിസ്ഥാന കാര്യമാണ്. ആ വെല്ലുവിളിക്ക് പറ്റിയ രൂപത്തിൽ ലോകത്ത് ഹബീബിന്റെ മുഅ്ജിസത്ത് ബാക്കിയുള്ളത് അത് ഖുർആൻ മാത്രമാണ്. അതുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞു, എൻഡോസൾഫാൻ രോഗികൾക്ക് വെള്ളം കൊടുക്കാനുള്ള വെല്ലുവിളിയൊന്നും ഉസ്താദ് ഏറ്റെടുത്തില്ല. രോഗം മാറും എന്നത് തിരുകേശം വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. രോഗം മാറിയിട്ടില്ലെങ്കിൽ വേറെ ഖൈറ് കിട്ടും.
തിരുകേശം മുക്കിയ വെള്ളത്തിന് രോഗശാന്തി ഉണ്ടെന്നും അതിന് ആവശ്യക്കാർ ഏറെയാണെന്നും മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ സമൂഹ നന്മ കണക്കിലെടുത്ത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുൾപ്പെടെ ഈ പുണ്യജലം നൽകി അവരുടെ രോഗം ഭേദപ്പെടുത്താമോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് കാന്തപുരം ഇങ്ങനെ പ്രതികരിച്ചു. രോഗം മാറൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതെ, ഈ വെള്ളം കുടിച്ചാൽ അതിന്റെ പുണ്യം ലഭിക്കും. അപ്പൊ ഇത് കൊണ്ടേ കൊടുത്തോ ചോദിക്കുമ്പോ മൂപ്പർക്കാര് മറുപടി പറയണം, ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് അദ്ദേഹം പറയണമായിരുന്നു. തന്നെ ഞങ്ങൾ പറയില്ല. അങ്ങനെ പറയാൻ പറ്റിയ ഒരു മോചിതത്തെ ദുന്യാവിന് ബാക്കിയുള്ളൂ. ഇനി അല്ലാത്ത മോചിതത്ത് അതിന് പറ്റുന്നാണോ നിങ്ങളെ വാദം? ഞങ്ങള് വെറുതെ കൊടുക്കണ വള്ള മൂല്യം കുറവേക്കാരം. ഇങ്ങളത് 50,000 വള്ള ഒരു തുള്ളിയേറ്റ് പോവുക നമ്മൾ കാസർഗോട്ട് കിട്ടും. നിങ്ങൾ ഒരു രോഗിന്റെ വെള്ളം മാറ്റിക്കൊടുക്കി, ബാക്കിയുള്ള രോഗികളുടെ രോഗം മുഴുവൻ ഞങ്ങളെ വെള്ളം കൊണ്ട് മാറ്റിക്കൊടുക്കുക. നിങ്ങളൊന്നത് കാട്ടിത്തേരിയും വെല്ലുവിളി ഏറ്റെടുത്ത് കാട്ടി. പക്ഷെ ഇത് മറ്റൊരു രൂപത്തിൽ വഹാബികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അല്ലേ സുഹൃത്തുക്കളെ?